മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് തുടക്കമായിട്ടുണ്ട്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രവാസികൾ വൻ സ്വീകരണമാണ് നൽകിയത്. നാളെ വൈകിട്ട് ബഹ്റൈനിലെ മലയാളി സമൂഹത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. ബഹ്റിൻ സമയം പുലർച്ചെ 12:40 മുഖ്യമന്ത്രി ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ്, പ്രവാസി വ്യവസായി വർഗീസ് കുര്യൻ, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ ജൂസർ രൂപവാല, മലയാളി സംഗമത്തിന്റെ സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെയും സംഘത്തെയും സ്വീകരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ശ്രീജിത്ത്, ചെയർമാൻ രാധാകൃഷ്ണപിള്ള, ലോക കേരള സഭ അംഗങ്ങളായ സുബൈർ കണ്ണൂർ, ഷാനവാസ്, ബഹ്റിൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവരും വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനെത്തി. ചീഫ് സെക്രട്ടറി എ ജയതിലക് അടക്കമുള്ളവരാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ളത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് വൈകുന്നേരത്തോടെ ബഹ്റിനിലെത്തും. 8 വർഷത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിൻ സന്ദർശിക്കുന്നത്. ഇന്ന് വിശ്രമവും സ്വകാര്യ കൂടിക്കാഴ്ചകളുമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. നാളെ വൈകിട്ട് മലയാള മിഷനും ലോക കേരള സഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി പ്രവാസി മലയാളികളെ അഭിസംബോധന ചെയ്യും. ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ്, മന്ത്രി സജി ചെറിയാൻ, പത്മശ്രീ MA യൂസഫലി എന്നിവർ സംഗമത്തിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ബഹ്റിൻ സന്ദർശനത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങുന്ന മുഖ്യമന്ത്രി ഈ മാസം 24, 25 തീയതികളിൽ ഒമാൻ സന്ദർശിക്കും. പിന്നീട് ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കും. സൗദി അറേബ്യ സന്ദർശിക്കാൻ അനുമതി തേടിയിരുന്നെങ്കിലും കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ.